തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനം 70 കടന്നു. വൈകിട്ട് 5:30 വരെയുള്ള കണക്കനുസരിച്ച് 74.52% പോളിംഗ്. സർക്കാരിനെതിരെയുള്ള അതിശക്തമായ ജനവികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്. കേരളത്തിൽ ഇടതുപക്ഷ തരംഗമെന്ന് VR സുനിൽകുമാർ MLA. നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട്. അതിജീവിതയ്ക്ക് നീതി ലഭിക്കുകയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും നടൻ ടോവിനോ തോമസ്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനം 70 കടന്നു. വൈകിട്ട് 5:30 വരെയുള്ള കണക്കനുസരിച്ച് 74.52% പോളിംഗ്. 7 ജില്ലകളിലും പോളിംഗ് ശതമാനം 70% കടന്നിട്ടുണ്ട്. വോട്ടിംഗ് മെഷീൻ പണിമുടക്കിയതിനാൽ പലയിടത്തും വോട്ടെടുപ്പ് വൈകി. വോട്ടർമാർ ബൂത്തിലേക്ക് ഒഴുകിയെത്തുന്നു. പോളിംഗ് 50% കടന്നുപോകുകയാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിലാണ് ഇന്ന് വോട്ടെടുപ്പ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. ആദ്യഘട്ടത്തിൽ തെക്കൻ കേരളത്തിലെ 7 ജില്ലകൾ വിധിയെഴുതിയിരുന്നു. ഇതോടെ സംസ്ഥാനത്തെ 14 ജില്ലകളിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും ആദ്യ മണിക്കൂറിൽ വോട്ടെടുപ്പ് സമാധാനപരമായി നടന്നുവരികയാണ്. ചിലയിടങ്ങളിൽ വോട്ടിംഗ് മെഷീനിൽ സാങ്കേതിക തകരാറുകൾ ഉണ്ടായിട്ടുണ്ട്. മതിലകം പഞ്ചായത്തിലെ കളരിപ്പറമ്പ് UP സ്കൂളിൽ വോട്ടെടുപ്പ് ആരംഭിച്ച ശേഷം മെഷീൻ തകരാറിലായി. പിന്നീട് പരിഹരിച്ച് വോട്ടെടുപ്പ് പുനരാരംഭിച്ചു. മതിലകം അൽനൂർ മദ്രസയിലെ ബൂത്തിലും ഇപ്പോൾ വോട്ടിംഗ് മെഷീൻ തകരാറിലായിട്ടുണ്ട്. കയ്പമംഗലം പഞ്ചായത്തിലെ കൂരിക്കുഴി പഞ്ഞംപള്ളിയും മോക്ക് വോട്ടെടുപ്പിൽ മെഷീൻ തകരാറിലായിരുന്നു. ഇത് പരിഹരിച്ചിട്ടുണ്ട്. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ വേക്കോട് ശ്രീ സായി വിദ്യാഭവനിലും മെഷീൻ തകരാറുണ്ടായിരുന്നു. ഇതും പരിഹരിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ വോട്ട് ചെയ്യാൻ മിക്ക ബൂത്തുകളിലും തിരക്കുണ്ടായിരുന്നു. അന്നമനട വെണ്ണൂർ 2ാം വാർഡ് ബൂത്ത് 2-ൽ 7 മണിക്ക് തന്നെ വോട്ടിംഗ് ആരംഭിച്ചുവെങ്കിലും 40 വോട്ട് കഴിഞ്ഞപ്പോൾ മെഷീൻ തകരാറിലായി. തുടർന്ന് 1 മണിക്കൂറോളം സമയം കഴിഞ്ഞാണ് മെഷീൻ മാറ്റിവെച്ചത്. ഇതിനിടയിൽ 100ഓളം ആളുകൾ വോട്ട് ചെയ്യാതെ തിരിച്ചുപോയ അവസ്ഥയുണ്ടായി. തുടർന്ന് വീണ്ടും 100ഓളം വോട്ട് കഴിഞ്ഞപ്പോൾ മെഷീൻ വീണ്ടും തകരാറിലായി. പിന്നീട് തകരാറ് പരിഹരിച്ച് വോട്ടിംഗ് പുനരാരംഭിച്ചു. നിലവിൽ പോളിംഗ് മന്ദഗതിയിലാണ് നടക്കുന്നത്. മീഡിയ ടൈം, മാള. ഒരാൾ 2 വോട്ട് ചെയ്തു എന്ന പരാതിയെ തുടർന്ന് ചന്ദ്രാപിന്നി ചാമക്കാലയിൽ വോട്ടെടുപ്പ് നിർത്തിവെച്ചു. എടതിരുത്തി ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡ് 1ാം നമ്പർ ബൂത്ത് ചാമക്കാല ഗവൺമെന്റ് മാപ്പിള സ്കൂളിലാണ് വോട്ടിംഗ് തടസ്സപ്പെട്ടത്. ഒടുവിൽ റിട്ടേണിംഗ് ഓഫീസർ സ്ഥലത്തെത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. ഒരാൾ 2 വോട്ട് ചെയ്തു എന്ന പരാതിയെ തുടർന്ന് ചന്ദ്രാപിന്നി ചാമക്കാലയിൽ വോട്ടെടുപ്പ് നിർത്തിവെച്ചു. എടതിരുത്തി ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡ് ചാമക്കാല ഗവൺമെന്റ് മാപ്പിള സ്കൂളിലെ 1ാം നമ്പർ ബൂത്തിലാണ് വോട്ടിംഗ് തടസ്സപ്പെട്ടത്. ഒടുവിൽ റിട്ടേണിംഗ് ഓഫീസർ സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിച്ചു. 246 പേരാണ് വോട്ട് ചെയ്തത്. എന്നാൽ മെഷീനിൽ 247 വോട്ടാണ് കാണിച്ചത്. അവസാനം വോട്ട് ചെയ്ത ആൾ ബീപ്പ് ശബ്ദം വന്നില്ല എന്ന് പറഞ്ഞ് പരാതി ഉന്നയിച്ചതിനാൽ ഇയാൾക്ക് രണ്ടാമതും വോട്ട് ചെയ്യാൻ അനുവാദം നൽകിയതാണ് കുഴപ്പമായത്. ഇയാളുടെ 2 വോട്ടും മെഷീനിൽ രേഖപ്പെട്ടിരുന്നു. പരാതി ഉയർന്നതോടെ 3/4 മണിക്കൂറോളം വോട്ടിംഗ് നിർത്തിവെച്ചു. ഒടുവിൽ റിട്ടേണിംഗ് ഓഫീസർ എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. നിലവിലുണ്ടായ സംഭവം ഓഫീസർ ഡയറിയിൽ റെക്കോർഡ് ചെയ്യുമെന്നും വോട്ടെണ്ണൽ സമയത്ത് ബാക്കി നടപടികൾ സ്വീകരിച്ച് ആവശ്യമെങ്കിൽ റീപോളിംഗ് നടത്താമെന്നും അറിയിച്ചതോടെയാണ് പ്രശ്നം അവസാനിച്ചത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സർക്കാരിനെതിരെയുള്ള അതിശക്തമായ ജനവികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്. കുഴൂർ പഞ്ചായത്തിലെ കാക്കുളിശ്ശേരി വാർഡിൽ കുഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1ാം ബൂത്തിൽ ഭാര്യ അഡ്വക്കേറ്റ് ശ്രീലക്ഷ്മിയോടൊപ്പം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു OJ ജനീഷ്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ജനവിധി ഉണ്ടാകുമെന്നും ജനീഷ് പറഞ്ഞു. സംസ്ഥാനത്തെല്ലായിടത്തും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇന്ന് 2ാം ഘട്ട പോളിംഗിലേക്ക് കടക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയം വളരെ സുനിശ്ചിതമാണ് എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സർക്കാരിനെതിരായ അതിശക്തമായ ഒരു ജനവികാരം ഈ സംസ്ഥാനത്തെമ്പാടും ആഞ്ഞടിക്കുന്നുണ്ട്. അതിൻ്റെ
ഒരു വലിയ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ റിസൾട്ടിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ തരംഗമെന്ന് VR സുനിൽകുമാർ MLA. ഫാസിസത്തെ ജനങ്ങൾ തള്ളിക്കളയുമെന്നും MLA പറഞ്ഞു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ നീലക്കമ്പാറ വാർഡിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് വിവിധ ബൂത്തുകളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടി. കേരള ജനത ഫാസിസത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്ത് തന്നെയായിട്ടാണ് ഇതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിലെ ഒട്ടുക്കും വർഗീയ ലഹളകളാൽ നമ്മുടെ രാജ്യം തന്നെ കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ഈ കൊച്ചു കേരളത്തെ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവകാശം പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് ഇതിലൂടെ ഈ സമൂഹത്തെ പൂർണ്ണാർത്ഥത്തിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. വർഗീയപരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനം തന്നെയാണ് ജയിക്കേണ്ടതെന്നുള്ളൊരു വിശ്വാസമാണ് ഇന്ന് പൊതുസമൂഹത്തിന് ഉള്ളത്. അതോടൊപ്പം തന്നെ 9.5 വർഷക്കാലം പിന്നിടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനം എല്ലാ മേഖലകളിലേക്കും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. മുഖ്യമന്ത്രിക്കെതിരെ BJP സംസ്ഥാന സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ ഉപദേശകരെല്ലാം പെൺവേട്ടക്കാരാണെന്നും ചീഫ് സെക്രട്ടറി A. ജയതിലകനെതിരെ പരാതിയുണ്ടായിട്ടും നടപടി എടുത്തില്ലെന്നും ശോഭ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. എല്ലാം പെൺവേട്ടക്കാരല്ലേ കൂടെയുള്ളത്? സ്വന്തം പാർട്ടിയുടെ നേതാവിന്റെ മകളെ പീഡിപ്പിച്ചുവെന്ന് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്ത ഒരു മനുഷ്യനാണ് കേരളത്തിന്റെ ഉപദേശകൻ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഉപദേശകൻ അല്ലേ? ഒരാൾ കണ്ണൂരിൽ നിന്ന് വന്നു. തിരുവനന്തപുരത്ത് ഉപദേശിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണോ കണ്ണൂരിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നത് ഉപദേശിയായിട്ട്? അത് പെൺവേട്ടക്കാരനാണ് എന്ന് തെളിഞ്ഞൊരു വ്യക്തിയാണ്. ഇപ്പോഴോ മിസ്റ്റർ ജയതിലകൻ എത്ര പെൺകുട്ടികളുടെ പരാതി ഉണ്ടായിരുന്നു? ആ പരാതികളെല്ലാം അട്ടിമറിച്ചു കൊടുത്തില്ലേ? അങ്ങനെ ഒരാൾ കൂടെ നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ ഒരാളുണ്ടായിരുന്നല്ലോ, മിസ്റ്റർ ശിവശങ്കരൻ. എന്തായിരുന്നു? സ്വപ്ന സുരേഷ് പറഞ്ഞില്ലേ? അപ്പോൾ സ്ത്രീ പീഡകന്മാരുടെ പെൺവേട്ടക്കാരുടെ നടുവിലിരുന്നു കൊണ്ട് കേരളത്തിലെ പെൺകുട്ടികളുടെ മാനം തകർക്കാൻ പരിശ്രമിക്കുകയും നട്ടല്ലില്ലാത്ത പ്രതിപക്ഷത്തിന്റെ നല്ല നടപ്പില്ലാത്തതുകൊണ്ട്. എന്താ നല്ല നടപ്പ്? ഇവിടെ ഇന്ന് കേരളത്തിൽ പ്രതിപക്ഷം ആർജവം കാണിക്കേണ്ട പല പോയിന്റുകളിലും അവർ ആഭ്യന്തര വകുപ്പിന് പരസ്യമായിട്ടല്ലെങ്കിലും രഹസ്യമായ സഹായം ചെയ്തു കൊടുക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സാമ്പിൾ വെടിക്കെട്ടാണെന്നും പൂരം വരാനിരിക്കുന്നതേയുള്ളൂവെന്നും റവന്യൂ മന്ത്രി K. രാജൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പൊതുതരംഗം കേരളത്തിൽ രൂപപ്പെട്ടു. തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാവട്ടെ എന്നും ജനം വിലയിരുത്തട്ടെ എന്നും മന്ത്രി പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു പൊതുതരംഗം കേരളത്തിൽ രൂപപ്പെട്ടു എന്ന് തന്നെ കാണേണ്ടത്. ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഗവൺമെന്റ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതേതര പുരോഗമന ജനാധിപത്യ ബദൽ കേരളം ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കുന്ന ഒന്നാണ് എന്ന് അവരെല്ലാം പറയും. ഈ തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷം രാഷ്ട്രീയം പറയാൻ പറ്റാതെ വല്ലാതെ ഒഴുകുകയാണ്. തെറ്റിദ്ധരിപ്പിക്കപ്പെടാവുന്ന പ്രസ്താവനകളും സംഭവങ്ങളും നിരത്തി ദേശീയപാത ഏറ്റെടുക്കാൻ പോലും പണം ചെലവഴിച്ചിട്ടുള്ള കിഫ്ബിക്കെതിരെ നോട്ടീസ് അയച്ചുകൊണ്ട് സാധാരണ തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്ന തറവേല വീണ്ടും കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുകയാണ്. ഞങ്ങൾ ഇതിനെ ഒന്നും ഭയപ്പെടുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടും. അത് വരാൻ പോകുന്ന മൂന്നാമത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ വരവിന് കൂടി അടിത്തറയാകുന്ന ഒന്നായിരിക്കും. നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട്. കോടതിയിൽ വിശ്വസിക്കുന്നു. കോടതിക്കപ്പുറം ഒന്നും അറിയില്ല. നേരിട്ട് കുറ്റക്കാരായവരെ ശിക്ഷിച്ചു. എതിരഭിപ്രായമുള്ളവർക്ക് മേൽക്കോടതിയെ സമീപിക്കാനുള്ള സംവിധാനം ഉണ്ടെന്നും സത്യൻ അന്തിക്കാട് പ്രതികരിച്ചു. അന്തിക്കാട്ടെ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയതായിരുന്നു അദ്ദേഹം. അല്ല, ആ വിധി വന്നു കഴിഞ്ഞല്ലോ. ഒരു കേസ് വന്നു. ആ കേസിന് കോടതി വിധിച്ചു. ആ വിധി നമ്മളെല്ലാം കണ്ടു. അതിൽ നേരിട്ട് കുറ്റക്കാരായവരെ മുഴുവൻ ശിക്ഷിച്ചു.
അത് നമ്മളതിനെ ബഹുമാനിക്കുന്നു. വിധിയെ നമ്മൾ കോടതി നമ്മൾ ബഹുമാനിക്കുന്നു. അതൊന്നും നമ്മുടെ വിഷയമല്ല. അല്ല, നമുക്കിനിയും നീതി ലഭിച്ചു എന്നിപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ കോടതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഒരുപാട് തെളിവുകളും സാക്ഷികളും അല്ലെങ്കിൽ രേഖകളൊക്കെ പരിശോധിച്ചിട്ടാണ് കോടതി ഒരു വിധി പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റാണെന്ന് പറയാനായിട്ട് നമ്മളല്ല. എനിക്ക് അറിയാവുന്നത് കോടതിക്ക് അപ്പുറത്ത് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ കോടതിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇനി അതിന് എതിരഭിപ്രായമുള്ളവർക്ക് മേൽക്കോടതികളിലേക്ക് പോകാമല്ലോ. അങ്ങനെയാണ്. അതൊക്കെ വേറെ വിഷയങ്ങളല്ലേ, അതൊന്നും നമ്മളിപ്പോൾ പറയേണ്ട കാര്യങ്ങളല്ല. ഇപ്പോൾ ദിലീപ് തെറ്റുകാരനല്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോടതിയുടെ ബോധ്യം, കോടതിയുടെ അറിവാണ്. അപ്പോൾ ഞാനൊരു നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് കോടതിയിൽ വിശ്വാസമുണ്ട്, കോടതിയിൽ ബഹുമാനമുണ്ട്. അപ്പം ഇനി അതിന് മറിച്ച അഭിപ്രായമുള്ള ആൾക്കാർ മറ്റ് നിയമ നടപടികളിലേക്ക് പോട്ടെ എന്നുള്ളതാണ്. മറ്റത് സംഘടനാ പ്രവർത്തനങ്ങൾ, ഞാനിപ്പോൾ സിനിമയുടെ സംഘടനകളിൽ ഞാൻ അങ്ങനെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളല്ല. അതൊക്കെ ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായതുകൊണ്ട് വരുന്നതാണ്. അല്ലാതെ ഇപ്പോൾ ദിലീപ് പക്കയിൽ തിരിച്ചു വരുന്നു അല്ലെങ്കിൽ അമ്മയിൽ തിരിച്ചു വരുന്നു എന്നുള്ളതൊന്നും ഇപ്പോൾ പറയേണ്ട വിഷയമല്ല. ദാറ്റ്സ് ഓൾ. ഓക്കെ. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും നടൻ ടോവിനോ തോമസ്. ഇപ്പോഴത്തെ കോടതി വിധിയെ വിശ്വസിക്കണമെന്നാണ് തോന്നുന്നത്. അതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനായി താനും കാത്തിരിക്കുകയാണെന്നും താരം കൂട്ടിച്ചേർത്തു. ഇരിഞ്ഞാലക്കുട നഗരസഭ 22-ാം വാർഡിലെ ബൂത്തിൽ കുടുംബസമേതം ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ടോവിനോ തോമസ്. അത് എനിക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമ്മളിതിന്റെ കേസ് ഫയലും കണ്ടിട്ടില്ല, നമ്മൾ കൃത്യം നേരിട്ട് നടക്കുന്നത് കണ്ടിട്ടില്ല. എന്നിട്ട് കോടതി വിധിയെ നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും കാത്തിരിക്കുകയാണ്. അങ്ങനെ തന്നെ ആര് തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. ഒരു കാരണവശാലും രക്ഷപ്പെടരുത്. അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞത് ഇതുപോലെ തന്നെ കാണിക്കണേ, മുക്കും മൂലയും മുറിച്ചിട്ട് കാണിക്കരുത്. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. സ്കൂട്ടർ അപകടത്തിൽ സ്ഥാനാർത്ഥിക്ക് പരിക്കേറ്റു. എറിയാട് ഗ്രാമപഞ്ചായത്തിലെ അഴിക്കോട് ജെട്ടി വാർഡിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന EV വേണുവിനാണ് അപകടത്തിൽ പരിക്കേറ്റത്. വേണുവിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ മഞ്ഞനപ്പള്ളി പരിസരത്ത് വെച്ചായിരുന്നു അപകടം. ഒരു വോട്ടറെ കണ്ടു മടങ്ങും വഴി റോഡിലെ ഹമ്പിൽ കയറിയിറങ്ങുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് സ്കൂട്ടർ മറിയുകയായിരുന്നു. തൃശൂർ ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ വോട്ടർ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. 111 വയസ്സുകാരിയായ പുത്തൂർ പഞ്ചായത്തിലെ ചോച്ചേരിക്കുന്ന് വാർഡ് 12 ഉൾപ്പെട്ട വട്ടുകുളം രാവുണ്ണിയുടെ ഭാര്യ ജാനകിയാണ് ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ വോട്ടർ. 104 വയസ്സിലും സമ്മതിദാനാവകാശം വിനിയോഗിച്ച് മറ്റത്തൂർക്കാരൻ. 104 വയസ്സുള്ള നെറ്റിക്കാടൻ വർക്കിയാണ് മറ്റത്തൂർ പഞ്ചായത്ത് 9-ാം വാർഡ് 1-ാം ബൂത്തായ വിമല സ്കൂളിൽ വോട്ട് ചെയ്തത്. ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും വോട്ട് ചെയ്യാതിരുന്നിട്ടില്ല ഈ വയോധികൻ. 2025 പുലരി TV ഇന്റർനാഷണൽ അവാർഡിൽ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടിയത് ശ്രീജിത്ത് മരിയൽ. ഈ മ്യൂസിക് വീഡിയോ വിഭാഗത്തിലാണ് പുരസ്കാരം. ഗൽബിലാണെന്നും ഉമ്മ എന്ന മ്യൂസിക് വീഡിയോയിലൂടെ കുടുംബ ബന്ധങ്ങളുടെ ഗൗരവവും അമ്മയുടെ വേർപാടിന് ശേഷമുള്ള മക്കളുടെ വേദനയും ഓർമ്മകളുമാണ് സ്പർശനീയമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ച ഡോക്ടർ RS പ്രദീപിന് മ്യൂസിക് വീഡിയോയിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചു. കൊടുങ്ങല്ലൂരിൽ 7.5 അടിയോളം നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. എടിശ്ശേരി പാലത്തിന് തെക്ക് കാത്തോളിപ്പറമ്പിൽ ശശിയുടെ പുരയിടത്തിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ബുധനാഴ്ച 12 മണിയോടെയാണ് സ്നേക്ക് റെസ്ക്യൂവർ കണ്ണൻ അഷ്ടപതി പൂർണ്ണ വളർച്ചയെത്തിയ മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പാമ്പിനെ ബാഗിലാക്കിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനം 70 കടന്നു. വൈകിട്ട് 5:30 വരെയുള്ള കണക്കനുസരിച്ച് 74.52% പോളിംഗ്.
സർക്കാരിനെതിരെയുള്ള അതിശക്തമായ ജനവികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്. കേരളത്തിൽ ഇടതുപക്ഷ തരംഗമെന്ന് VR സുനിൽകുമാർ MLA. നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട്. അതിജീവിതയ്ക്ക് നീതി ലഭിക്കുകയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും നടൻ ടോവിനോ തോമസ്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.